ചേട്ടാ ഈ കായലിന്റെ പേരെന്താ? ഏത് സ്ഥലമാണിത്? ഇത് തിളവാരം പള്ളിക്കൂടി എന്ന് പറയും. നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് നീണ്ടകര എന്ന സ്ഥലമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നീണ്ടകരയിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു 1.5-2 കിലോമീറ്റർ പോകുമ്പോൾ തിളവാപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തിളവാരം കഴിഞ്ഞ് തിളവാരം പാലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പള്ളിയുണ്ട്, പള്ളിക്കൂടി. അതിൻ്റെ തീരപ്രദേശമാണ് ഈ കാണുന്ന കായൽ ഇവിടെ നേരെ അങ്ങ് കടലിലേക്ക് അവിടെ കടലുമായിട്ട് ബന്ധപ്പെടുത്തില്ല, അങ്ങ് നീണ്ടകര പാലത്തിലോട്ട് പോകുന്നത്. പള്ളിയുടെ അടുത്താണ് കേട്ടത്, ഒരു ചർച്ചിന്റെ അടുത്തായി. ആ ചർച്ചാണ് ഈ കാണുന്നതാണ് ആ ചർച്ച്. നല്ല രസമാണ്. ഞാൻ ഇതിലേ പോയപ്പോൾ ഞാനും ചാനും കൂടെ പോയപ്പോഴേ നല്ല രസമായിട്ട് കണ്ടു. അതാ നമ്മൾ വന്ന് ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റും. അസ്തമനം കാണാൻ പറ്റുമോ കേട്ടോ? അസ്തമനം ഇവിടെ കാണാൻ പറ്റും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് ആ മരങ്ങളുടെ മറവുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ചുമന്ന റെഡ് കളറിൽ താഴ്ന്നു പോകുന്ന കാണാൻ പറ്റും. അത് നമ്മുടെ നീണ്ടകര പടിഞ്ഞാറേ കടലിന്റെ ഭാഗത്തോട്ട്, ആ മുട്ടിന്റെ ഭാഗത്ത് പോയി നന്നായിട്ട് കാണാൻ പറ്റും. കടലിലോട്ട് താണു പോകുന്ന കാണാൻ പറ്റും. ഇത് ഈ അടുത്ത സമയത്ത് ഇല്ല കാണുന്ന കാടില്ലേ, അത് ഈ കണ്ടൽക്കാട്. ഈ അടുത്ത സമയത്ത് അവിടെ കര രൂപപ്പെട്ടതാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് ഇല്ലായിരുന്നത്. ഇതിനു മുമ്പ് ഒരു 3 വർഷത്തിന് മുമ്പ് ഈ സാധനം ഇല്ലായിരുന്നു ഇവിടെ. ഈ മണ്ണടിഞ്ഞ് കൂടി ഈ ചാകര കയറുന്ന പറയത്തില്ലേ, അതുപോലെ കയറിയിട്ട് അവിടെ കണ്ടൽക്കാടുകൾ കളിച്ച ഇവിടെ ഇല്ലായിരുന്നു ഇത് സംഭവം. തനിയൊന്നും 3 വർഷമായിട്ട് ഇത് വന്നിട്ട് 3 കൊല്ലമേ. ഇത് നമുക്ക് നേരിട്ട് എല്ലാ അപ്പുറത്തെ സ്ഥലം കാണാൻ പറ്റും. ഇപ്പം ഇതിന് തടസ്സം കൊണ്ട് അപ്പുറത്തെ കാര്യം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. പെട്ടെന്ന് അത് കിളിച്ച് കയറുന്നത്. ഇനി ഒരു ദ്വീപായിട്ട് മാറും ഇത്. ഈ കാണുന്നത് ദ്വീപായിട്ട് മാറും. ദ്വീപായിട്ട് മാറിയിട്ട് ഇനി അവിടെ കുറേ നാൾ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ താമസം തുടങ്ങും. അതുപോലെ തുരുത്തം എന്ന് പറയും. അവിടെ നിരവധി അതുപോലെ തുരുത്തുകളുണ്ട്. തുരുത്തുകൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ചങ്ങാടം നേരത്തെ ഈ തിളവാരം പാലം വരുന്നതിന് മുമ്പ് ചങ്ങാടം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പക്ഷേ അവിടെ എവിടെയോ ഒരു ചങ്ങാടം ഉണ്ട്. കാരണം ഇന്നലെ ഒരു ചങ്ങാടം അല്ല, ഈ പേര് പറയല്ലോ, ഈ അറിയാത്തൊരു കമൻറ്റ് കിട്ടോ, പേര് ഞാനങ്ങ് പറഞ്ഞു പോയി. അതായത് നമ്മുടെ ഈ വണ്ടിയൊക്കെ കയറ്റി കൊണ്ടുവന്ന സാധനം ഇന്നലെ ഞാൻ കണ്ട്. ഇത് അവിടെ നിന്നാണ് വന്നത്, ഇവിടെ സംഭവം തുടങ്ങി അറിയത്തില്ല. അവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ലോറിക്കകത്ത് റബ്ബർ തടിയും കയറ്റിക്കൊണ്ട് ഇതിലൂടെ പോകുന്നത്. നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് നിന്ന്. ഇത് എവിടെയോ ആ ഭാഗത്ത് തുടങ്ങിയതാണ്. എന്തായാലും ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് കാലത്തീരത്തെ ഇല്ല എന്തായാലും. എവിടുന്നാ വന്നതൊരു പിടുത്തം കിട്ടിയില്ലേ, അത് ഓടി പോകുന്നുണ്ട്. ട്രജറായി കാണുന്ന ട്രജർ. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ടാ. ഇത് ട്രജറായി കാണുന്നത് ട്രജർ കണ്ട. അതിൽ നിന്ന് വെള്ളം മണ്ണടിച്ചിട്ട് നേരെ കരയിൽ രണ്ടിടത്തുണ്ട്. ഇത് അവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടെ നിന്ന് മണ്ണടിച്ച് നേരെ കരയിൽ കയറ്റിയിട്ട് ലോറിക്കകത്ത് കയറ്റിയിട്ട് നാഷണൽ ഹൈവേയുടെ റോഡ് പാലമൊക്കെ പൊക്കുന്നത് ഈ ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോയിട്ടാണ് പൊക്കുന്നത്. ഇവിടുത്തെ മണ്ണടിച്ച് കയറ്റിയിട്ടാണ് കൊണ്ട് പൊക്കുന്നത്. ഇതാണ്ട് ഈ കൊടുത്തേക്കുന്നത് ഇതൊക്കെ അപായ സൂചനയാണ്. ഈ പച്ച കൊടുത്തേക്കുന്നത് ഇതിലെ പോകാൻ കുഴപ്പമില്ല. പക്ഷേ അവിടെ അതിനൊക്കെ റെഡ് കൊടുത്തിട്ടുണ്ട് അല്ല. ഇപ്പം അതിൽ പോരുന്നതാണ്, റെഡിനടുത്ത് പോരുത്. ഇത് കുഴപ്പമില്ല. ആ ബോട്ടിനൊക്കെ പോകാൻ പറ്റുന്നൊരു വഴിയാണെന്ന് കാണിച്ചിരിക്കുന്നതാണ് ആ പച്ച കളർ. കുഴപ്പമില്ല, ആഴമുണ്ട് എന്നുള്ളതാണ്. ഇത് ചീനവലയെന്ന് പറയും. ഇവിടൊക്കെ ഇഷ്ടംപോലെ ചീനവലുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നതിന് മുമ്പിലാണ്. ഇത് ആ ഭാഗത്തൊക്കെ ശരിക്കും ചീനവലുണ്ട്. രാത്രിയൊക്കെ കൊച്ചൊക്കെ കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ തുടങ്ങും. രാത്രി സന്ധ്യ ലൈറ്റൊക്കെ ഇട്ടിട്ട്. പോയപ്പോഴും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.